ഹലോ, ഇന്നപ്പോൾ ഞങ്ങൾ ലണ്ടൻ ടവർ ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പിക്ചർ കൊണ്ട് മനസ്സിലായല്ലോ ലണ്ടൻ ടവർ ബ്രിഡ്ജാണ് ഇതെന്നുള്ളത്. എക്കാലത്ത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ടവർ ബ്രിഡ്ജ് കാണണം എന്നുള്ളത്. ലണ്ടനിൽ പോയാൽ ടവർ ബ്രിഡ്ജ് കാണണം. വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ലണ്ടനായി, അത് പക്ഷേ പോകാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ പോകും. അപ്പോൾ ബസ്സിലിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്, ഒരു പാലറ്റ് വെച്ചിട്ട് ഒരു ട്രക്കിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നു. അതെനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എത്ര ആയാസരഹിതമായിട്ടാണ് അവർ ഇത്രയും വലിയ ലഗേജസ് ഇറക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് കണ്ട് തന്നെ അറിയണം. എന്തായാലും ഞങ്ങളുടെ ബസ് അവിടെ ബ്ലോക്ക് ആയത് കാരണം പാലറ്റ് മൂമെൻറ്റ്സ് കാണാൻ പറ്റി. ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാനതൊന്ന് എടുത്തു വന്നേ ഉള്ളൂ കേട്ടോ. കാരണം സച്ചൂട്ടൻ ലോജിസ്റ്റിക്സ് പഠിച്ചത് കൊണ്ടും കൂടി എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും ഞങ്ങൾ ബ്ലോക്കിൽ നിന്ന് മാറിയിട്ട് വീണ്ടും ഞങ്ങളുടെ ബസ് മുന്നോട്ട് പോവുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസാണ്. കറക്റ്റ് ലണ്ടൻ സിറ്റിയാണിത്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തും. ഈ രണ്ട് വശവും ഇതേപോലുള്ള നിർമ്മിതികളാണ് കാണുന്നത്. പിന്നെ ട്രാഫിക്കാണ്. അതിപ്പോൾ നോർമലി ഒരു സിറ്റിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും സമയം ഒരു 9 o'clock ഒക്കെ ആകാൻ പോവുകയാണ്. എന്നാൽ ഈ ഒരു വെളിച്ചമുണ്ട്, അസ്തമയം ഉള്ള ഒരു സമയമാണ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജിലേക്കുള്ള ബസ് 149. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ തേംസ് നദി. തേംസ് നദിയുടെ കുറുകെയുള്ള ലണ്ടൻ ബ്രിഡ്ജ് കൂടെയാണ് ഇപ്പോൾ നമ്മുടെ ബസ് പോകുന്നത്. ദൂരെയായിട്ട് നമുക്ക് ടവർ ബ്രിഡ്ജ് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം കാണാനൊരു ഭാഗ്യം ഉണ്ടായതിന് സർവേശ്വരനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത്. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ അല്ലേ ഉള്ളൂ, ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ ബസ് ഇറങ്ങി. അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ്. തണുപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നദിക്കരയിൽ എത്തിയിരിക്കുകയാണല്ലോ. അതിന് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാണിച്ചുതരാം. ഇപ്പം സമയം 9 മണിയായി കേട്ടോ. 9 o'clock ആണ്. അതെ, അതുവഴി വേണ്ട ട്രെയിൻ പോകുന്നത് കാണാം. ഇപ്പം 9 മണിയായ സമയമാണ്. ഫോൺ ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയാൽ ആകെ പണി പാളും. ഒഴുക്കുണ്ടല്ലേ. പക്ഷെ കളർ കണ്ടോ ഇതിൻ്റെ? ഭയങ്കര കാറ്റിവിടെ. ഞങ്ങളിനി ഈ സൈഡിൽ കൂടെ ഉള്ള വഴിയെ ഞങ്ങൾ ടവർ ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അത്രയും ദൂരം നടക്കാനുണ്ട്. നല്ല തണുപ്പുണ്ട്. ആരെങ്കിലും ഇവിടെ വരുമെങ്കിൽ നല്ല സ്വെറ്ററൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്. പറക്കുന്നുണ്ട്. ഇതാണ് സംഭവം. കുറെ കൂടെ കഴിയുമ്പോൾ തണുപ്പ് കൂടുമായിരിക്കും അല്ലേ. വേൾഡ് വാറിൻ്റെ സമയത്തുള്ള ഷിപ്പ്. ഓ, അതാണ് അതിനകത്ത് പീരങ്കി പോലെ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഇതിനകത്ത് ഏതോ അപ്പൊ ഇതിനകത്ത് നമുക്ക് അല്ല, അപ്പൊ കാണാൻ പറ്റത്തില്ല, നമുക്ക് കയറാൻ പറ്റത്തില്ല. ആ, അതെന്താ സംഭവം? ഒഴുകി വരുന്നതാണോ? അതല്ലേ എവിടെ എഴുതിയിരിക്കുന്നു? ഓക്കെ, പക്ഷെ ഇതിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ലണ്ടൻ ബ്രിഡ്ജ്. നമ്മൾ ഏകദേശം ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റില്ല. അവരെ സൂം ചെയ്തതിന് കുറച്ച് തടസ്സങ്ങളുണ്ട് അവിടെ. Initially Tilly's hype lady, but now returning to the stage as a front woman in her own. നമ്മൾ ടവർ ബ്രിഡ്ജ് പോകുമ്പോൾ ഏത് സമയത്ത് പോകണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. നൈറ്റിന് അതിൻ്റേതായ ഭംഗിയും ഡേക്ക് അതിൻ്റേതായ ഒരു വൈബും ഉണ്ടാകും. നൈറ്റ് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ഫുൾ ലൈറ്റാണ്.
അപ്പോൾ ആ ലൈറ്റിന് ടവർ ബ്രിഡ്ജ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടോ ബാക്കിലായിട്ട്. എന്നിട്ട് നെക്സ്റ്റ് അടുത്തൊരു കരയിൽ ഇത് കാസിൽസ് ഉണ്ട്, അതായത് ഫേമസ് ബ്രിട്ടീഷ് കാസിലാണ്. പക്ഷെ അതിപ്പോൾ വലിയ 5 സ്റ്റാർ ഹോട്ടൽസൊക്കെയാണ്. മാത്രമല്ല അതിൻ്റെ അടുത്ത് കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു ഹോട്ടൽ ബിൽഡിങ്സ്, ഓഫീസ് പ്രിമിസസ് ഒക്കെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് അങ്ങോട്ട് പോയി ഒന്ന് തുള്ളണമെന്നുണ്ട്. അതായത് കേട്ടോ, നമ്മളങ്ങനെ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ കുറച്ച് പേരൊക്കെ ഒന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ ഡിംബൽ കൊണ്ടുവന്നു, പക്ഷെ അതിൻ്റെ മെയിൻ പാർട്ട് കൊണ്ടുവന്നില്ല. ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ആക്ച്വലി. ആ ടവർ ബ്രിഡ്ജിൽ കൂടി ബസ്സുകൾ പോകുന്നതും കാണാൻ പറ്റും. രാവിലെ വന്നെടുത്താൽ അതിൻ്റേതായ ഭംഗികൾ കാണും. ലണ്ടൻ സിറ്റി നമ്മൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ച് നമ്മൾ വിസിറ്റിന് വരുമ്പോൾ ഓടി നടന്ന് കണ്ടാൽ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല. അത് UK എന്ന് പറയുന്ന ഒരു കൺട്രി ഫുള്ളായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഒരു 1 മന്ത് മിനിമം നമ്മളതിവിടെ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്കോട്ട്ലൻഡിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, സമയക്കുറവ് തന്നെയാണ് കാരണം. ഓടിപ്പോയി ഓടി വന്നു എന്ന് പറയുന്നതാണ് ശരി. ഞങ്ങളുടെ കാര്യത്തിൽ കോൺവക്കേഷൻ എന്നൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. അത് കഴിഞ്ഞു, പിന്നെ കിട്ടിയ സമയത്ത് ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി. ഇതെല്ലാം കൊള്ളാം, പക്ഷേ ചീറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മൊബൈലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ എപ്പോഴെങ്കിലും കൊണ്ടുപോകും കയ്യിൽ നിന്ന്. പേടിയാതുണ്ട്, ഇങ്ങനെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് പോകും. നമ്മൾ വളരെ ക്ലോസായി. ഇനി നമ്മൾ ഈ ബ്രിഡ്ജിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് എൻട്രി ഉണ്ട്. ഞാനിങ്ങനെ പേടിച്ച് എൻ്റെ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. കാരണം എൻ്റെ ഫോൺ തട്ടിക്കൊണ്ട് പോയാൽ എൻ്റെ ജീവിതം തീർന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഫോൺ പോകുമ്പോൾ ഭയങ്കര വിഷമമല്ലേ വരുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലോ. ഈ ലണ്ടനിൽ വന്ന ശേഷമുള്ള എല്ലാ വീഡിയോസും ഇതിനകത്തുണ്ട്. എനിക്കിന്ന് നെറ്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ എഡിറ്റിങ്ങിനൊന്നും എനിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഓരോ സ്ഥലം കണ്ടിട്ട് വന്ന് കിടന്ന് ഉറങ്ങും. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഞങ്ങളെടുത്ത റൂമിൽ നെറ്റ് നമുക്ക് കണക്ടിവിറ്റി ഉണ്ടായില്ല. അപ്പോൾ എല്ലാ വീഡിയോസും ഇതിനകത്ത് കിടക്കുവാണ്. ടീംസ് നദി അങ്ങനെ ശാന്തമായി ഒഴുകുന്നു. എല്ലാവരും അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങ് ദൂരെയായിട്ടൊരു ടൗൺഷിപ്പ് കാണുന്നുണ്ട്. അത് ഏതോ സജുട്ടൻ പറഞ്ഞത് ഏതോ ഒരു ടൗൺഷിപ്പ്. പിന്നെ ഫ്ലൈറ്റ് ഹീത്രോ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ചയും ആംബിയൻസും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാഴ്ചകൾ. ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റുകളൊക്കെ വരുന്ന കാണാം. ഇത് കണ്ട ഒരു കൂട്ടം ബിൽഡിങ്സ്. നമ്മൾ നേരത്തെ കണ്ട കാസിൽ ഇതാണ്. അതിപ്പോൾ ഒരു ഹോട്ടലോ മറ്റോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടവർ ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ്. കണ്ടില്ലേ, നമ്മളിങ്ങനെ ആ ടവർ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ നല്ല ചൂടായിട്ട് പീനട്ട്സ് ഉണ്ട്, റോസ്റ്റഡ് പീനട്ട്സ് ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട, ഇതാണ് ടവർ ബ്രിഡ്ജിലേക്ക് കയറുന്ന നടന്ന് നോക്കാം. പീനട്ട്സ് ആൻഡ് ആൽമണ്ട്സ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടവർ ബ്രിഡ്ജിൽ കയറി. ഇത് ഭയങ്കര ട്രാഫിക്കാണല്ലോ. അത് വേണ്ട, നമ്മൾ വന്ന് ടവർ ബ്രിഡ്ജ് കയറി. ഇവിടെ നല്ല കാഴ്ചകളാണ്. ഇവിടെ എല്ലാം അങ്ങോട്ടേക്ക് ട്രാഫിക് കണ്ടോ, പക്ഷെ ഒരാൾ പോലും
മറ്റേ ട്രാക്കിൽ കൂടെ ഓവർടേക്ക് കയറി ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്, ഇവിടെ സ്കൂട്ടറൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു സ്കൂട്ടറും സൈക്കിളും എന്താ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ കാറുകളൊന്നും കയറി വരത്തില്ല കേട്ടോ. എല്ലാം ക്യൂവിൽ തന്നെ ഇടക്കും, ഈവൻ ബസ് പോലെ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് തേംസ് നദി. നമ്മൾ ഈ ബ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണത്. തേംസ് നദിയുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് കുറേ ബിൽഡിങ്സ് ഉണ്ട്. കാസിൽ, നമ്മൾ കണ്ട കാസിൽ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. ബ്രിഡ്ജിൽ സാമാന്യം ഗസ്റ്റ് വിസിറ്റേഴ്സ് ഉണ്ട്, ടൂറിസ്റ്റുകളൊക്കെ കാണാൻ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്, നമ്മൾ കാണുന്ന ടവർ ബ്രിഡ്ജ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റുകളൊക്കെ പോകുന്ന കാണാം. നദിയിലോട്ട് എൻ്റെ ഫോൺ പോകല്ലേ, തേംസ് നദിയിലോട്ട് എൻ്റെ ഫോൺ പോകല്ലേ എന്ന്. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞു. ലണ്ടൻ ബ്രിഡ്ജല്ല, ടവർ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ മണി 10:30 ഇപ്പോഴിവിടെ ഭയങ്കര ലൈവാണ്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങളുടെ സൈറ്റ് സീയിങ്ങും അവസാനിപ്പിക്കുന്നു. ബൈ ബൈ. ഡബിൾ ഡെക്കറിലോ നമുക്ക് ഇതുവരെ കയറാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് ടവർ ബ്രിഡ്ജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. അപ്പോൾ നോക്കിയപ്പോൾ അധികം ആരും ഇല്ല ഇതിനകത്ത്. ഞങ്ങൾ ഈ ടോപ്പിലാണ് കയറിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് പോകാനായിട്ട്. അപ്പം കാണാമല്ലോ കാഴ്ചകളൊക്കെ. നോക്കിയപ്പോൾ ഇത് ഞങ്ങൾ കൊല്ലത്ത് നിലയാണ് ബസ്സിൻ്റെ ഫ്രണ്ടിലൊന്നും. ഇനി നാട്ടിൽ വന്നിട്ട് നമ്മൾ ഡബിൾ ഡെക്കർ കയറി ഈ സ്പോട്ട് ലുലുവിലൊക്കെ പോകുന്നു.